തൻ്റെ അമ്മയെ ബലാത്സംഗത്തിന് ഇരയാക്കിയവരെ 30 വർഷങ്ങൾക്ക് ശേഷം തിരഞ്ഞ് കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് ഒരു മകൻ. ബലാത്സംഗത്തിന് ഇരയായ അതിജീവിത ജന്മം നൽകിയ മകനാണ് നിയമ പോരാട്ടത്തിന് ഒടുവിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് അമ്മയ്ക്ക് തുണയായിരിക്കുന്നത്. പ്രസവിച്ച ഉടനെ അതിജീവിതയുടെ കുടുംബം കുഞ്ഞിനെ ഉപേക്ഷിക്കുകയായിരുന്നു. ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ അമ്മയെ കണ്ടെത്തിയ യുവാവ് ഏറെ നാൾ നീണ്ട പരിശ്രമത്തിന് ഒടുവിലാണ് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. 30 വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം നടക്കുന്നത്. യുപിയിലെ ഹർദ്വായ് ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ ഒരു ദരിദ്ര കുടുംബത്തിലെ 5 സഹോദരങ്ങളിൽ ഒരാളായിരുന്നു ഈ പെൺകുട്ടി. അവളുടെ പഠനത്തിനായി കുടുംബം ഷാജഹാൻപൂരിലെ അവളുടെ മൂത്ത സഹോദരിയുടെ വീട്ടിലേക്ക് അയക്കുകയായിരുന്നു. തൻ്റെ സഹോദരിയും അവരുടെ ഭർത്താവും വീട്ടിൽ ഇല്ലാത്ത സമയത്തായിരുന്നു അവൾ പലതവണ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായത്. സഹോദരി ഭർത്താവ് വനം വകുപ്പ് ഉദ്യോഗസ്ഥനും സഹോദരി ഒരു സ്കൂൾ ടീച്ചറുമായിരുന്നു. പെൺകുട്ടി 1993 ഷാജഹാൻപൂരിലെത്തി. അവളുടെ സഹോദരി അവൾക്കായി വാങ്ങിയ പുതിയ ബാഗും വെള്ളക്കുപ്പിയും സൈക്കിളുമൊക്കെയായി ആ 12 വയസ്സുകാരി സന്തോഷത്തോടെ പുതിയ സ്കൂൾ ജീവിതത്തിലേക്ക് ചേരുകയായിരുന്നു. പക്ഷേ ആ കോളനി ഹർദോയിലെ അവളുടെ ഗ്രാമത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. മുസ്ലിം സമുദായക്കാർ കൂടുതലുള്ള പ്രദേശത്തെ ആളൊഴിഞ്ഞ സ്ഥലത്താണ് അവർ താമസിച്ചിരുന്നത്. ഒരു കൂട്ടം സംസ്കാരമില്ലാത്ത ആളുകൾ പെൺകുട്ടികളെ പതിവായി കളിയാക്കിയിരുന്നു. തുടക്കത്തിൽ അവൾ അത് അവഗണിച്ചു. പക്ഷേ കളിയാക്കൽ ഓരോ ദിവസം കഴിയുന്നോറും കൂടിക്കൂടി വന്നു. ഒടുവിൽ അവൾക്ക് സ്കൂളിൽ പോകാൻ തന്നെ താല്പര്യമില്ലെന്ന് സഹോദരിയോട് പറഞ്ഞു. ആശങ്കാകുലരായ സഹോദരിയും ഭർത്താവും സ്കൂൾ അധികൃതരോട് അന്വേഷിച്ചപ്പോൾ സ്കൂളിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നാണ് മറുപടി പറഞ്ഞത്. ഒടുവിൽ ആൺകുട്ടികൾ അവളെ പിന്തുടരാൻ തുടങ്ങിയത് സ്ഥിതി കൂടുതൽ വഷളാക്കി. രക്ഷപ്പെടാൻ ഒളിക്കേണ്ടി വന്ന സമയങ്ങളുണ്ടായിരുന്നു എന്ന് അവൾ പറയുന്നു. ഒടുവിൽ അവർ അവളുടെ വീട് കണ്ടെത്തുകയും വീടിന് പുറത്ത് മണിക്കൂറുകളോളം തമ്പടിച്ച് നിൽക്കാനും തുടങ്ങി. ഒരു ദിവസം അവരിൽ 2 പേർ അവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി. അന്നേരം പെൺകുട്ടി തനിച്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവൾ വാതിൽ തുറന്നപ്പോൾ അവർ അവളെ അകത്തേക്ക് തള്ളിയിട്ട് ആക്രമിക്കുകയായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ശേഷം ഈ സംഭവങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ സഹോദരിയെയും ഭർത്താവിനെയും കൊല്ലുമെന്ന് വരെ ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് അവർ വീട്ടിൽ നിന്ന് പോയത്. ആരോടും ഒന്നും പറഞ്ഞില്ലെങ്കിലും ഈ സംഭവങ്ങൾ ജീവിതത്തിലുടനീളം പെൺകുട്ടിയെ വേട്ടയാടാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് അന്ന് അവൾ തിരിച്ചറിഞ്ഞില്ല. കാരണം അവൾ ബാലികയായിരുന്നു. പിന്നീട് ആരുമില്ലാത്തപ്പോൾ അവർ 2 പേരും പലതവണ വീട്ടിൽ കയറിയിറങ്ങി അവളെ ഉപദ്രവിച്ചു. ഈ കാര്യങ്ങളെല്ലാം സഹോദരിയോടും അമ്മയോടും പറയണമെന്ന് അവൾക്കുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞില്ല. തുടർന്ന് ഒരു ദിവസം അവൾ രോഗബാധിതയായി കിടപ്പിലായി. സഹോദരി അവളെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് അവൾ ഗർഭിണിയാണെന്ന ഞെട്ടിക്കുന്ന വിവരം സ്ഥിരീകരിക്കപ്പെട്ടത്. ആ പ്രായത്തിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയാത്ത ആ പെൺകുട്ടി വീട്ടുകാരുടെ പരിഭ്രാന്തി എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ലായിരുന്നു. അപ്പോഴും അവൾ ആരോടും ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഒടുവിൽ എല്ലാം അമ്മയോട് തുറന്നു പറഞ്ഞു. സഹോദരിയും അവളുടെ ഭർത്താവും ചേർന്ന് അവളെ ഉപദ്രവിച്ച 2 പേരെയും കണ്ടെത്തി. എന്നാൽ പോലീസിനെ സമീപിച്ചാൽ കൊല്ലുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി. അന്ന് രാത്രി അവരെല്ലാവരും കൂടെ താമസിച്ചിരുന്ന വീട് കാലിയാക്കിയ ശേഷം മറ്റൊരു നഗരത്തിലേക്ക് പോയി. ഒടുവിൽ അവൾ ഒരു കുട്ടിക്ക് ജന്മം നൽകി. പക്ഷേ കുഞ്ഞിനെ കാണാൻ അവൾക്ക് കഴിഞ്ഞില്ല. ബോധം വന്നപ്പോൾ ഇക്കാര്യങ്ങൾ ഒന്നും ഒരിക്കലും ആരോടും പറയരുതെന്ന് അവളുടെ അമ്മ അവളെ പറഞ്ഞു മനസ്സിലാക്കി. സംഭവത്തെക്കുറിച്ച് താൻ ഒരക്ഷരം ഇനി പറയുകയോ തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ചോദിക്കുകയോ ചെയ്താൽ കുടുംബം തന്നെ മുഴുവൻ ജീവനൊടുക്കുമെന്നും അമ്മ അവളോട് ഭീഷണിപ്പെടുത്തി. അവൾക്കന്ന് വെറും 12 വയസ്സായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അവർ പറഞ്ഞതുപോലെ അനുസരിക്കുകയും അവർ ഹർദോയിലെ അവരുടെ ഗ്രാമത്തിലേക്ക് തിരികെ പോകുകയും ചെയ്തു. ഗ്രാമത്തിൽ തൻ്റെ ജീവിതം സാധാരണ നിലയിലാകുമെന്ന് പ്രതീക്ഷിച്ച അവൾക്ക് തെറ്റുപറ്റി. ഗർഭധാരണത്തിനും പ്രസവത്തിനു ശേഷം
അവളുടെ ശരീരത്തിനുണ്ടായ മാറ്റങ്ങൾ കണ്ടപ്പോൾ ഗ്രാമവാസികൾ പല കഥകളും മെനഞ്ഞാൻ തുടങ്ങി. ഗ്രാമം അവളുടെ കുടുംബത്തെ ബഹിഷ്കരിക്കുക തന്നെ ചെയ്തു. തുടർന്ന് അവർ ഗ്രാമം വിട്ടുപോകാൻ നിർബന്ധിതരായി. ഒരു ബന്ധുവീട്ടിലേക്കാണ് കുടുംബം അവളെ താമസിക്കാൻ അയച്ചത്. അവിടെ ഒരു വേലക്കാരിയെപ്പോലെ അവൾ ജീവിക്കുകയായിരുന്നു. അങ്ങനെ 2000-ൽ അവൾ വിവാഹിതയായി. തുടർന്ന് വാരണാസിയിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. അങ്ങനെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയായിരുന്നു. തുടർന്നാണ് വീണ്ടും ഒരു ആൺകുഞ്ഞിനു കൂടി അവൾ ജന്മം നൽകിയത്. എങ്ങനെയോ ഒരു ദിവസം ഭർത്താവിൻ്റെ വീട്ടുകാർ അവളുടെ കഴിഞ്ഞകാല കഥകളെക്കുറിച്ചറിഞ്ഞു. ഭർത്താവ് അവളോട് മകനുമായി വീട് വിട്ടിറങ്ങാൻ ആവശ്യപ്പെട്ടു. മറുവശത്ത് സഹോദരിയെയും അവളുടെ ഭർത്താവും ഉപേക്ഷിച്ചു. 2007-ൽ ജീവിതം വീണ്ടും പുതുതായി തുടങ്ങാൻ തീരുമാനിച്ച് മകനോടൊപ്പം അവൾ ലക്നൗവിലേക്ക് താമസം മാറി. അവിടെ ഒരു ഹോസ്റ്റലിൽ താമസം തുടങ്ങി. ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഒരു ദിവസം ഒരു ആൺകുട്ടി അവളെ സമീപിച്ചു. കുടുംബം ഉപേക്ഷിച്ച തൻ്റെ മകനാണ് അവനെന്ന് പറഞ്ഞപ്പോൾ അവൾ നടുങ്ങിപ്പോയി. അവന് ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു അവളോട്. പക്ഷേ ഒരെണ്ണത്തിന് പോലും അവൾക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. ശേഷം 2 ആൺമക്കൾക്കൊപ്പം അവൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. അപ്പോഴും മൂത്ത മകൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അവളെക്കൊണ്ട് ആയില്ല. പലവട്ടം ആ ചോദ്യങ്ങൾ അവൾ ഒഴിവാക്കാൻ ശ്രമിച്ചു. അപ്പോഴെല്ലാം 2019-ൽ അവൻ്റെ പിതാവിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തി. അങ്ങനെ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനോട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ കുറ്റവാളികളെ കണ്ടെത്തുമെന്നും തെറ്റു ചെയ്തവർ ശിക്ഷ അനുഭവിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. അവൻ്റെ ശക്തിയും നിശ്ചയദാർഢ്യവുമാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നീതി തേടാനുള്ള ധൈര്യം അവൾക്ക് കിട്ടിയത്. ജോലികൾ ചെയ്ത് പണം സമ്പാദിച്ച ശേഷം അമ്മയെ ഉപദ്രവിച്ചവരെ തേടി അവർ ഷാജഹാൻപൂർ സന്ദർശിക്കാറുണ്ടായിരുന്നു. റാസിബായ് എന്ന പേരൊഴികെ മറ്റൊന്നും അറിയില്ലായിരുന്നു അവർക്ക്. അവർ അവിടെയുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സഹായം തേടി. പക്ഷേ പ്രതികളുടെ പേരുവിവരങ്ങൾ അറിയാത്തതിനാൽ അവരെ സഹായിക്കാൻ കഴിയില്ലെന്ന് പോലീസ് പറഞ്ഞു. റാസിബായിയുടെ ദുബായിലുള്ള ബന്ധുക്കളാണ് തങ്ങളെന്നും അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞ് കോളനികളിലെ ചിലർക്ക് അവരുടെ ഫോൺ നമ്പർ നൽകി. അവിടെ നിന്നും അവർ മടങ്ങി. 2 വർഷത്തോളം തിരച്ചിൽ തുടർന്നു. ഒരു ദിവസം ഒരു ഫോൺ കോൾ വന്നു. മറുവശത്ത് റാസിബായി ആയിരുന്നു. അതിജീവിതയായിരുന്നു ഫോണിൽ അയാളോട് സംസാരിച്ചത്. ശേഷം ഫോൺ നമ്പർ പോലീസിന് കൈമാറി. 2021 മാർച്ച് 4-ന് റാസിബായിക്കും സഹോദരനുമെതിരെ പോലീസ് FIR ഫയൽ ചെയ്തതായി ഷാജഹാൻപൂരിലെ സെഷൻ കോടതിയിൽ അതിജീവിതയ്ക്കായി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു. 2022 ഓഗസ്റ്റിൽ ഗുഡ്ഡു ഹസൻ എന്ന മുഹമ്മദ് റാസിയെ UP പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റൊരു പ്രതിയായ നക്കി ഹസനെ പിന്നീട് ഹൈദരാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വിചാരണ വേളയിൽ സാക്ഷികളുടെ അഭാവവും പ്രസവം നടത്തിയ ഡോക്ടറെ കണ്ടെത്താനുള്ള പ്രയാസവും പ്രതിഭാഗത്തിന് തുണയായി എന്ന് അഭിഭാഷകൻ മുക്താർ ഖാൻ പറഞ്ഞു. പ്രതിയും അതിജീവിതയും പരസ്പര സമ്മതപ്രകാരമാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും അവർ വാദിച്ചു. തുടർന്നാണ് DNA പരിശോധന നടത്താൻ കോടതി അനുമതി നൽകിയത്. ശേഷം മകൻ്റെ രക്തസാമ്പിളും പ്രതികളിൽ നിന്നെടുത്ത സാമ്പിളും ലാബിലേക്ക് അയച്ച് പരിശോധിച്ചു. 2022 ഏപ്രിലിൽ DNA ഫലങ്ങൾ അതിജീവിതയ്ക്ക് അനുകൂലമായാണ് വന്നത്. തുടർന്ന് IPC സെക്ഷൻ 376 പ്രകാരം ബലാത്സംഗത്തിന് ഇരുവർക്കും ശിക്ഷ വിധിച്ചതായി ഷാജഹാൻപൂർ പോലീസ് സൂപ്രണ്ട് SP അശോക് കുമാർ പറഞ്ഞു. കുറ്റകൃത്യം ചെയ്യുമ്പോൾ 25-ഉം 22-ഉം വയസ്സുണ്ടായിരുന്ന 2 പ്രതികൾക്കിപ്പോൾ 55-ഉം 52-ഉം വയസ്സുണ്ട്. അതിജീവിതയ്ക്കിപ്പോൾ 42 വയസ്സാണ്. സംഭവബഹുലമായ ഒരു ബലാത്സംഗത്തിന് ഇരയായ അമ്മയുടെ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ മുമ്പോട്ട് തുനിഞ്ഞിറങ്ങിയ ആ മകൻ എന്തുകൊണ്ടും അഭിനന്ദനം അർഹിക്കുന്നവരാണ്.